6ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ 2ാം പാഠം മാ ഹവറ നൗഫലുൻ എന്ന പാഠമാണ് ചിത്രകഥയിലൂടെ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. 6ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എല്ലാ പാഠവും ചിത്രകഥകളായി ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. ഈ പാഠത്തിൽ മാളി മുസ്ബത്ത്, മാളി മൻഫി എന്നിവയെ കുറിച്ചാണ് പഠിക്കുന്നത്. ചുവന്ന നിറത്തിൽ കൊടുത്തതാണ് മാളി മുസ്ബത്ത്, നീല നിറത്തിൽ കൊടുത്തതാണ് മാളി മൻഫി. ഇവ ഉദാഹരണ സഹിതം നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് പാഠത്തിലുള്ള സംഭാഷണം നോക്കാം. ഖറജ പുറപ്പെട്ടു. ആര്? അത്തുല്ലാബ് വിദ്യാർത്ഥികൾ പുറപ്പെട്ടു. എവിടേക്ക്? ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്. മുബക്കിരീന നേരത്തെ. ഖറജ തുല്ലാബു ഇലൽ മദ്രസത്തി മുബക്കിരീന വിദ്യാർത്ഥികൾ മദ്രസയിലേക്ക് നേരത്തെ പുറപ്പെട്ടു. ഹദറ ഹാദിറായി. ജമീഉ തുല്ലാബി എല്ലാ വിദ്യാർത്ഥികളും ഹാദിറായി. ലാക്കിൻ പക്ഷേ മാ ഹദറ നൗഫലുൻ നൗഫല് ഹാദിറായിട്ടില്ല. ഇവിടെ മാളിയായ ഫീലുകൾ നിറം നൽകിയിട്ടുണ്ട്. ഹദറ ഹാദിറായി. ഇനി ഹാദിറായിട്ടില്ല, അതാണ് മാ ഹദറ. മാ വന്നാൽ ഇല്ല എന്നുള്ള അർത്ഥം വരും. വസല എത്തി. അൽ ഉസ്താദ് ഉസ്താദ് എത്തി. ഇല സോഫി ക്ലാസ്സിലേക്ക്. വസലൽ ഉസ്താദ് ഇല സോഫി ഉസ്താദ് ക്ലാസ്സിലേക്ക് എത്തി. എന്നിട്ടോ വസല്ലമ സലാം പറഞ്ഞു. അലൈഹിം കുട്ടികളോട് വിദ്യാർത്ഥികളോട് സലാം പറഞ്ഞു. വസഅലഹും എന്നിട്ട് അവരോട് ചോദിച്ചു. കൈഫ ഹാലുക്കും നിങ്ങൾക്ക് സുഖമാണോ? അജാബൽ ജമീഉ അപ്പോൾ എല്ലാവരും മറുപടി നൽകി. സൈൻ അൽഹംദുലില്ലാഹ്. എന്നിട്ട് ഉസ്താദ് ചോദിക്കാണ്, ഹൽ കതബ്തും നിങ്ങൾ എഴുതിയിട്ടുണ്ടോ അൽ വാജിബാത്തിൽ മൻസിലിയ ഹോംവർക്ക് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? അപ്പൊ വിദ്യാർത്ഥികൾ പറഞ്ഞു നഅം അതെ, കതബിന ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിലെ ഇഹ്സാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഉസ്താദിനോട് പറഞ്ഞു, മാ കതബ്തു ഞാൻ എഴുതിയിട്ടില്ല. യാ ഉസ്താദി എന്റെ ഉസ്താദെ ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, ലിമ എന്തുകൊണ്ടാ നീ എഴുതാത്തത്? അപ്പോൾ ഇഹ്സാൻ പറഞ്ഞു, മാ ഹളർത്തു അംസി ഞാൻ ഇന്നലെ ഹാദിറായിട്ടില്ല, ഇന്നലെ വന്നിട്ടില്ല. അസാബത്തിനിൽ ഹുമ്മ എനിക്ക് പനിയായിരുന്നു. സഅക്തുബു ഇൻഷാ അല്ലാഹ് ഞാൻ എഴുതും എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ത്വയ്യിബ് ബാറക്കല്ലാഹു ഫീക അല്ലാഹു നല്ലത്, അല്ലാഹു എനിക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ഈ പാഠത്തില് ചുവന്ന നിറത്തിൽ കൊടുത്ത പദങ്ങളും നീല നിറത്തിൽ കൊടുത്ത പദങ്ങളും നമ്മൾ കണ്ടു. എന്താണ് അവയുടെ പ്രത്യേകത എന്നാണ് പറയാൻ പോകുന്നത്. നഖറഉ നമുക്ക് വായിക്കാം, വനഫഹമു നമുക്ക് മനസ്സിലാക്കാം, അൽ ഫിഅൽ മാളിയ അൽ മുസ്ബത മാളി മുസ്ബത്തായ ഫിഅലിനെ, വൽ മൻഫിയ മൻഫിയായ ഫിഅലിനെയും. അതായത് മാളിയെ കുറിച്ച് കഴിഞ്ഞ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് മാളിയായ ഫിഅല് അല്ലെ. ഇവിടെ പഠിക്കുന്നത് മാളിയായ ഫിഅലിന്റെ മുസ്ബത്തും മൻഫിയാണ്. ശ്രദ്ധിക്കുക, അർത്ഥം ശ്രദ്ധിക്കുക. ഖറജ പുറപ്പെട്ടു. ആരെ? അത്തുല്ലാബ് വിദ്യാർത്ഥികൾ പുറപ്പെട്ടു. ഇനി വിദ്യാർത്ഥികൾ പുറപ്പെട്ടില്ല എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഖറജ എന്നതിന് മുമ്പിൽ ഒരു മാ എന്ന് കൊടുത്താൽ നേരെ ഓപ്പോസിറ്റ് അർത്ഥമായി അല്ലെ. ഇവിടെ കണ്ടോ, മാ ഹളറ നൗഫലുൻ നൗഫൽ ഹാദിറായിട്ടില്ല. ഈ നൗഫൽ ഹാദിറായി എന്നെങ്ങനെ പറയാ? ഈ മാണ ഒഴിവാക്കിയാൽ മതി. വെറും ഹളറ നൗഫൽ എന്ന് പറഞ്ഞാൽ നൗഫൽ ഹാദിറായി. നീ നൗഫൽ ഹാദിറായിട്ടില്ല എന്ന് പറയാൻ തുടക്കത്തിൽ ഒരു മാ എന്ന് കൊടുത്താൽ മതി. മാദിയായ ഫീലിന്റെ തുടക്കത്തിൽ മാ എന്ന് കൊടുത്താൽ മതി. നോക്കാം അടുത്തത്. ഹളറ ഹാദിറായി അൽ ജമീഉ എല്ലാവരും ഹാദിറായി, എല്ലാവരും വന്നു. ഇനി എല്ലാവരും ഹാദിറായിട്ടില്ല എന്നെങ്ങനെ പറയാ? ഈ ഹളറ എന്നതിന് മുമ്പിൽ എന്ത് ചെയ്യാ? മാ എന്ന് കൊടുത്താൽ മതി. അപ്പൊ മാ ഹളറ അൽ ജമീഉ എന്ന് പറഞ്ഞാല് എല്ലാവരും ഹാദിറായിട്ടില്ല. കണ്ട ഇവിടെ കതബ്തു എന്ന് പറഞ്ഞാൽ എന്താ? കതബ്തു ഞാൻ എഴുതി അല്ലെ. കതബ കതബ കതബു കതബത് കതബ്ത കതബ്ന കതബ്ത കതബ്തുമാ കതബ്തും കതബ്തി കതബ്തുമാ കതബ്തുന്ന കതബ്തു അതാണത്, ഞാൻ എഴുതി. ഇനി ഞാൻ എഴുതിയിട്ടില്ല എന്നെങ്ങനെ പറയാ? ഈ കതബ്തു എന്നതിന്റെ മുമ്പിൽ ഒരു മാ എന്ന് കൊടുത്താൽ മതി. മാ കതബ്തു ഞാൻ എഴുതിയിട്ടില്ല. വസല എത്തി. ആര്? അൽ ഉസ്താദ് ഉസ്താദ്. വസല അൽ ഉസ്താദ് ഉസ്താദ് എത്തി എന്നാണല്ലോ.
ഇനി ഉസ്താദ് എത്തിയിട്ടില്ല എന്നിങ്ങനെ പറയാ, ഇവിടെ ഒരു മാന്ന് കൊടുത്താൽ മതി. അപ്പൊ മാ വസലൽ ഉസ്താദ്, ഉസ്താദ് എത്തിയിട്ടില്ല. ഹലർത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഹാദിറായി. ഹലർത്തു. മാ ഹലർത്തു പറഞ്ഞാലോ ഞാൻ ഹാദിറായിട്ടില്ല. അതായത് മാലിയായ ഫേലിന്റെ മുമ്പിൽ മാ എന്ന് കൊടുത്താൽ ഇല്ല എന്നർത്ഥം വരും, മൻഫിന്റെ അർത്ഥം വരും. അതാണ് മൻഫി എന്ന് പറഞ്ഞാല് ഇല്ല എന്നർത്ഥം വരും, നെഗറ്റീവ്. ഇനി നുലാഹിദുൽ ജദ്വല വനുകമ്മിലു, നമുക്ക് കോളം നിരീക്ഷിക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പൂരിപ്പിക്കാം. അതായത് നമ്മൾ സൊറഫാക്കണം. മാളിയായ ഫെയില് സൊറഫാക്കാൻ ചെറിയ ക്ലാസ്സുകളിൽ, അതായത് 4ലും 5ലും നമ്മൾ പഠിച്ചതാണ്. അത് ഒന്ന് ഇവിടെ സൊറഫാക്കി നോക്കാണ്. ഫഅല അവൻ പ്രവർത്തിച്ചു, അതായത് ഒരാളെ മാത്രമാണ്. ഫഅല ഇനി രണ്ടാളുണ്ടെങ്കിലോ, അതായത് ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഈ കോളങ്ങളിൽ വരുന്നതൊക്കെ മുദക്കറാണ്, ആണുങ്ങളാണ്. ഇവിടെ വരുന്നതൊക്കെ പെണ്ണുങ്ങളായിരിക്കും. അതുപോലെ ഈ കോളങ്ങളിൽ ഇതൊക്കെ ഓയിബാണ്, സാന്നിധ്യത്തിൽ ഇല്ലാത്ത ആളുകളാണ്. അവൻ എന്നല്ല പറഞ്ഞത്, നീ എന്നല്ലല്ലോ, ഇവിടെ ഇല്ലാത്ത ആളാണ്. ഹാദിർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകളായിരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഫഅലു, ഫഅലത്, ഫഅലതാ, ഫഅൽന, ഫഅൽത, ഫഅൽതുമാ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമാ, ഫഅൽതുന്ന, ഫഅൽതു, ഫഅൽന എന്നാണ് അല്ലെ. അതായത് ഫഅല അവൻ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമാണ്, അതും ഒരു പുരുഷനാണ്, ഗായിബാണ്, ഇവിടെ ഇല്ലാത്ത ആളാണ് അവൻ എന്നുള്ളത് അല്ലെ. അപ്പൊ മുഹമ്മദ് പ്രവർത്തിച്ചു എന്ന് എങ്ങനെ പറയാ, ഫഅല മുഹമ്മദുൻ. ഇനി മുഹമ്മദ് ഉണ്ട്, അസീസ് ഉണ്ട്, രണ്ടുപേരുണ്ടല്ലോ, അവർ രണ്ടുപേരും പ്രവർത്തിച്ചു എന്ന് എങ്ങനെ പറയാ, മുഹമ്മദുൻ വ അസീസുൻ ഫഅല. രണ്ടാളുണ്ടെങ്കിൽ ഫഅല എന്ന് കൊടുക്കണം. ഇനി കുറെ ആളുകളുണ്ട്, വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ കുറെ ആളുകളുണ്ടല്ലോ, അപ്പൊ വിദ്യാർത്ഥികൾ പ്രവർത്തിച്ചു എന്ന് എങ്ങനെ പറയാ, അത്തുല്ലാബ് വിദ്യാർത്ഥികൾ, ഫഅലു അവർ പ്രവർത്തിച്ചു. ഇനി ഫാത്തിമ പ്രവർത്തിച്ചു എന്ന് എങ്ങനെ പറയാ, ഫഅലത്തു ഫാത്തിമ. ഇനി രണ്ടാളുകൾ ഉണ്ടെങ്കിലോ, ഫാത്തിമയുണ്ട് ആയിഷയുണ്ടെങ്കിലോ, ആയിഷ ഫാത്തിമ ഫഅലത്ത്. അങ്ങനെ രണ്ടാളുണ്ടെങ്കിൽ ഫഅലത്ത് കൊടുക്കണം, കുറെ സ്ത്രീകളാണെങ്കിൽ ഫഅലിന് കൊടുക്കണം. അതേപോലെ നീ പ്രവർത്തിച്ചു, നീയാണിത് ചെയ്തത് എന്ന് പറയില്ല, ഫഅൽത്ത നീയാണ് ചെയ്തത് അല്ലെ. അതൊരാണിനോടാണെങ്കിൽ ഇങ്ങനെ പറയും ഫഅൽത്ത. ഇനി പെണ്ണാണെങ്കിൽ അത് ഫഅൽത്തി എന്നാവും. രണ്ടാളുകൾ ഉണ്ടെങ്കിലോ, നിങ്ങൾ രണ്ടുപേരാണ് പ്രവർത്തിച്ചത്, അപ്പൊ ഫഅൽതുമാ. അത് പെണ്ണിനോടും അതേപോലെ തന്നെ പറയാം അല്ലെ. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് മാ ഫഅല, അതായത് ഫഅല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു, മാ ഫഅല എന്ന് പറഞ്ഞാലോ പ്രവർത്തിച്ചിട്ടില്ല. മാ ഫഅല അവർ രണ്ടുപേർ പ്രവർത്തിച്ചിട്ടില്ല, മാ ഫഅലു അവർ കുറെ ആളുകൾ പ്രവർത്തിച്ചിട്ടില്ല. എല്ലാം ആണുങ്ങളാണ്, പുരുഷന്മാരാണ്. ഇനി സ്ത്രീകൾ എങ്ങനെ, അവൾ പ്രവർത്തിച്ചിട്ടില്ല എന്നിങ്ങനെ പറയാ, മാ ഫഅലത്, മാ ഫഅലതാ, മാ ഫഅൽന, മാ ഫഅൽത, മാ ഫഅൽതുമാ, മാ ഫഅൽതും, മാ ഫഅൽതി, മാ ഫഅൽതുമാ, മാ ഫഅൽതുന്ന, മാ ഫഅൽതു, മാ ഫഅൽന. അതായത് മാദിയായ ഫെയിലിന്റെ മുമ്പിൽ മാ എന്ന് കൊടുത്താൽ അത് മൻഫിയാകും, അതായത് അതിന്റെ അർത്ഥം ഇല്ല എന്നുള്ള അർത്ഥം വരും. ഫഅല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു, ഇനി മാന്ന് കൊടുത്താൽ പ്രവർത്തിച്ചിട്ടില്ല. ഇവിടെ എല്ലായിടത്തും ശ്രദ്ധിച്ചാൽ മതി അല്ലെ. ഇല്ല ഇല്ല എന്നുള്ള അർത്ഥം ഇങ്ങനെ മാ എന്നുള്ളവനോടൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും. ഫഅൽതു ഞാൻ പ്രവർത്തിച്ചു, ഫഅൽന ഞങ്ങൾ പ്രവർത്തിച്ചു. ഇനി ഞാൻ പ്രവർത്തിച്ചിട്ടില്ല, അതാണ് മാ ഫഅൽതു അല്ലെ. ഫഅൽതു എന്ന് പറയാൻ ഞാൻ പ്രവർത്തിച്ചു, ഞാൻ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയാൻ തുടക്കത്തിൽ ഒരു മാ എന്ന് കൊടുക്കണം. ഫഅൽന ഞങ്ങൾ പ്രവർത്തിച്ചു, ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയാൻ മാ ഫഅൽന ഒരു മാ എന്ന് കൊടുക്കണം. ഇനി നമുക്ക് ഒരു ഫിഅലും കൂടി സുറഫാക്കാം. കതബ അവൻ എഴുതി, മുഹമ്മദ് എഴുതി എങ്ങനെ പറയാ, കതബ മുഹമ്മദുൻ. കതബ അവർ രണ്ടുപേർ എഴുതി, പുരുഷന്മാരാട്ടോ, ശ്രദ്ധിക്കണം, പുരുഷന്മാരാണ്, അവർ രണ്ടുപേർ എഴുതി അല്ലെ. മുഹമ്മദും ഉമറും എഴുതി എങ്ങനെ പറയാ, മുഹമ്മദുൻ വ ഉമറു കതബാ. അടുത്തത് കതബു അവർ കുറെ ആളുകൾ, ഒക്കെ പുരുഷന്മാരാണ്, എഴുതി അല്ലെ. അത്തുല്ലാബ് വിദ്യാർത്ഥികൾ, അങ്ങനെയാണെങ്കിൽ എന്ത് കൊടുക്കണം, കതബു എന്ന് കൊടുക്കണം, കാരണം എന്താ കുറെ ആളുകൾ ഉണ്ടല്ലോ. ഇനി അവൾ എഴുതി, കതബത്. ഫാത്തിമ എഴുതി, കതബത്ത് ഫാത്തിമ. ഇനി രണ്ടാളുകൾ ഉണ്ടെങ്കിലോ, കതബതാ. ഫിദ വ ഫാത്തിമ കതബതാ. അടുത്തത് ഇനി കുറെ സ്ത്രീകൾ, മൂന്നിൽ കൂടുതലോ സ്ത്രീകൾ ഉണ്ടെങ്കിലോ, കതബ്ന.
ഇനി നീ എഴുതിന്ന് എങ്ങനെ പറയാ? കതബ്ത. ആണിനോടാണ് കേട്ടോ കതബ്ത. പെണ്ണിനോടാണെങ്കിൽ കതബ്തി എന്നാ വരിക. കതബ്ത നീ എഴുതി. ഇനി നിങ്ങൾ രണ്ടുപേരാണെങ്കിലോ കതബ്തുമാ നിങ്ങൾ രണ്ടുപേർ എഴുതി. പുരുഷന്മാരാണെങ്കിൽ കതബ്തും നിങ്ങൾ എഴുതി. അല്ലെ, കുറെ ആളുകളുണ്ട്, കുറെ പുരുഷന്മാർ അല്ലെങ്കിൽ കുറെ വിദ്യാർത്ഥികൾ. അവരോട് പറയാണ് നിങ്ങളാണ് എഴുതിയത്. ഇങ്ങനെ പറയാ കതബ്തും നിങ്ങൾ എഴുതി. ഇനി കതബ്തി നീ എഴുതി. പെണ്ണിനോടാകുമ്പോ കതബ്തി നിങ്ങൾ രണ്ടുപേർ, രണ്ടും സ്ത്രീകളാണെങ്കിൽ കതബ്തുമാ. ഇനി കതബ്തുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ. അവരെഴുതിയെന്ന് എങ്ങനെ പറയാം? നിങ്ങളാണത് എഴുതി വെച്ചത്. കുട്ടികളോടാ പറയുന്നത്, പെൺകുട്ടികളോടാ പറയുന്നത്. കുറെ ആളുകളുണ്ട്, 3 മുതൽ കൂടുതൽ ആളുകളുണ്ട്. അവരോട് പറയാണ് നിങ്ങളാണ് എഴുതിയത് എന്നെങ്ങനെ പറയാം? കതബ്തുന്ന. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് മൻഫി, എഴുതിയിട്ടില്ല. എന്ത് ചെയ്യണം? ഒരു മാ എന്ന് തുടക്കത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. മാ കതബ, മാ കതബാ, മാ കതബൂ, മാ കതബത്, മാ കതബതാ, മാ കതബ്ന, മാ കതബ്ത, മാ കതബ്തുമാ, മാ കതബ്തും, മാ കതബ്തി, മാ കതബ്തുമാ, മാ കതബ്തുന്ന. പിന്നെ മാ കതബ്തു, മാ കതബ്ന. അല്ലെ, കതബ്തു എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി. ഞാൻ എഴുതിയിട്ടില്ല എന്നെങ്ങനെ പറയാ? മാ കതബ്തു. കതബ്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എഴുതി. ഇനി ഞങ്ങൾ എഴുതിയിട്ടില്ല എന്നെങ്ങനെ പറയാ? മാ കതബ്ന. മാളിയായ ഫീലിന്റെ മുമ്പിൽ മാ എന്ന് ചേർത്താൽ മതി മൻഫിയാക്കാൻ, അതായത് ഇല്ല എന്ന് പറയാൻ. ഇനി തദ്രീബാത്തിലെ അടുത്ത പ്രവർത്തനം, നളഉ അലാമത, ഈ ഒരു സർക്കിൾ അമാമൽ ഫിഅലിൽ മുസ്ബതി വ അലാമത അമാമൽ ഫിഅലിൽ മൻഫി. അതായത് മാളി മുസ്ബത്തായ ഫിഅലാണെങ്കിൽ ഒരു വട്ടം വരയ്ക്കുക, മൻഫിയാണ് ഫിഅലാണെങ്കിൽ അതിന് മുമ്പിൽ ഒരു സ്റ്റാർ വരയ്ക്കുക. അതാണ് ഖറജ തുല്ലാബു, വിദ്യാർത്ഥികൾ പുറപ്പെട്ടു, ഇലൽ മദ്റസത്തി, മദ്റസയിലേക്ക്, മുബക്കിരീന, നേരത്തെ. ഇതിലേതാ മാളിയായ ഫിഅല്? എന്താ? ഖറജ എന്നുള്ളതാണ്, പുറപ്പെട്ടു. ഇത് മൻഫിയാണോ മുസ്ബത്താണോ? അത് മുസ്ബത്താണ്. കാരണം എന്താ? മാ എന്ന് വന്നാലേ മൻഫിയാകുള്ളൂ, അല്ലെ? മാ വന്നിട്ടില്ല ഇവിടെ. അപ്പൊ അതെന്താണ്? അത് മുസ്ബത്താണ്. അതുകൊണ്ട് നമുക്കൊരു വട്ടം വരക്കാം. അടുത്തത് മാ തറക നൗഫലും, നൗഫൽ ഉപേക്ഷിച്ചിട്ടില്ല, സ്വലാത്തൻ മക്തൂബത്തൻ, ഫർളായ നിസ്കാരം നൗഫൽ ഉപേക്ഷിച്ചിട്ടില്ല. ഇവിടെ ഏതാണ് മാദിയായ ഫിഅല്? ദാ മാ തറക എന്നുള്ളതാണ് മാദിയായ ഫിഅല്. ഇത് മുസ്ബത്താണോ മൻഫിയാണോ? ഇവിടെ മാ എന്ന് വന്നിട്ടുണ്ട്. മാ എന്ന് വന്നാൽ അത് മൻഫിയാണ്, അത് നെഗറ്റീവ് അർത്ഥാണ്. തറക ഉപേക്ഷിച്ചു, മാ തറക ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോ അതിനെന്ത് ചെയ്യാ? ഒരു സ്റ്റാർ കൊടുക്കാം. അടുത്തത് ഹദറ, ഹാദിറായി, അതായത് വന്നു. നമ്മൾ ഹാദിർ എന്ന് പറയല്ലോ. ഹാദിറായി ജമീഉ തുല്ലാബി, എല്ലാ വിദ്യാർത്ഥികളും, ഫി മജ്ലിസി ദിക്രി, ദിക്റിന്റെ മജ്ലിസിൽ എല്ലാ വിദ്യാർത്ഥികളും ഹാദിറായി. ഇവിടെ ഏതാ മാദിയായ ഫിഅല്? ഹദറ എന്നുള്ളതാണ്. ഇത് മുസ്ബത്താണോ മൻഫിയാണോ? ഇത് മുസ്ബത്താണ്. കാരണം എന്താ? ഇവിടെ മാ എന്ന് വന്നിട്ടില്ല. മാ എന്ന് വന്നാൽ മാദിയായ ഫിഅലിന്റെ മുമ്പിൽ മാ എന്ന് വന്നാൽ മൻഫി ആയിരിക്കും. ഇവിടെ മാ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് മുസ്ബത്താണ്. അതുകൊണ്ട് നമുക്ക് വട്ടം വരക്കാം. അടുത്തത് മാ കദബ ഇഹ്സാൻ, ഇഹ്സാൻ കളവ് പറഞ്ഞിട്ടില്ല. ഇതിലേതാ മാദിയായ ഫിഅല്? മാ കദബ, കദബ എന്നാണ് മാദിയായ ഫിഅല്. അതിന്റെ തുടക്കത്തിൽ ആര് വന്നു? മാ എന്ന് വന്നു. മാ എന്ന് വന്നാൽ അത് മൻഫിയാകും, അല്ലെ? കദബ എന്ന് പറഞ്ഞാൽ കളവ് പറഞ്ഞു എന്നാ. മാ കദബ പറഞ്ഞാലോ കളവ് പറഞ്ഞിട്ടില്ല. അപ്പൊ മാ എന്ന് വന്നുകൊണ്ട് എന്താണ്? അത് മൻഫിയാണ്. അതുകൊണ്ട് സ്റ്റാർ ഇട്ട് കൊടുക്കാം. നുഹവ്വിലുൽ ഫിഅലൽ മാദിയൽ മുസ്ബത ഇലൽ മൻഫി, മുസ്ബത്തായ ഫിഅലിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇനി മൻഫിയാക്കാം. അതായത് ഒരു മാട്ട് കൊടുത്താൽ മതി. വനക്തുബു, എന്നിട്ട് നമുക്ക് എഴുതാം. കമാഫിൻ നമൂദജ്, ഉദാഹരണത്തിലുള്ളത് പോലെ. നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഉത്തരം. ബാക്കിയുള്ളത് നമ്മളോട് ചെയ്യാനാ പറയുന്നത്. നോക്കാം. ഇത് ടെക്സ്റ്റ് പുസ്തകത്തിൽ കൊടുത്തതാണ്. റജഅ, മടങ്ങി. ജമീഉ തലാമീദി, എല്ലാ വിദ്യാർത്ഥികളും മടങ്ങി. ഇത് മുസ്ബത്താണല്ലേ. ഇതിനെ മൻഫിയാക്കാൻ ചെയ്താൽ മതി, ഒരു മാട്ട് കൊടുത്താൽ മതി. ഇത് അവിടെ കണ്ടോ? മാട്ട് കൊടുത്താൽ എന്താവും? മാ റജ, മടങ്ങിയിട്ടില്ല. റജ എന്ന് പറഞ്ഞാൽ മടങ്ങി. മാ റജ, മടങ്ങിയിട്ടില്ല. മാ എന്നാൽ ഒരു ഇല്ല എന്നുള്ള അർത്ഥം വരും. മാ റജ ജമീഉ തലാമീദി, എല്ലാ വിദ്യാർത്ഥികളും മടങ്ങിയിട്ടില്ല.
അടുത്തത് ഖറജതി ത്വാലിബത്തു വിദ്യാർത്ഥിനി പുറപ്പെട്ടു ഇല സൊഫി ക്ലാസ്സിലേക്ക്. ഇവിടെ ഏതാണ് മാദിയായ ഫഇല്? ഖറജത്ത് എന്നാ. ഖറജത്ത് പുറപ്പെട്ടു. ഇനി പുറപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ എന്ത് പറയുമ്പോൾ ഒരു മാട്ട് കൊടുക്കണം. അതാണ് ഇവിടെ ഇതാകണ്ട മാ ഖറജതി ത്വാലിബത്തു വിദ്യാർത്ഥിനി പുറപ്പെട്ടിട്ടില്ല ഇല സൊഫി ക്ലാസ്സിലേക്ക്. അടുത്തത് അൽ വലദാനി രണ്ട് ആൺകുട്ടികൾ അക്കല അവർ തിന്നു അൽ മൗസ പഴം. രണ്ട് ആൺകുട്ടികൾ പഴം തിന്നു. ഇനി രണ്ട് ആൺകുട്ടികൾ പഴം തിന്നിട്ടില്ല എന്ന് പറയാൻ എന്താണ്? ഇതിലേതാ മാദിയായ ഫേല്? അക്കല എന്നുള്ളതാണല്ലേ തിന്നു. അവർ രണ്ടുപേർ തിന്നു. ഒരാളാണെങ്കിൽ അക്കല, രണ്ടാളാണെങ്കിൽ അക്കല അങ്ങനല്ലേ? ആ അക്കലയാണത്. അപ്പൊ അവര് തിന്നിട്ടില്ല എന്ന് പറയാൻ എന്ത് ചെയ്യണം? ഈ അക്കല എന്നതിന് മുമ്പിൽ എന്ത് കൊടുക്കണം? ഒരു മാട്ട് കൊടുക്കുന്നത് കണ്ടോ അവിടെ? മാ അക്കല, അവർ രണ്ടുപേരും തിന്നിട്ടില്ല. അടുത്തത് അൽ ബനാത്തു പെൺകുട്ടികൾ ജലസ്ന അവർ ഇരുന്നു അലൽ മഖദി ബെഞ്ചിന്മേൽ. ഇവിടെ ഏതാണ് മാദിയായ ഫിഇല്? ജലസ്ന അല്ലെ? ജലസ ജലസ ജലസു ജലസത്ത് ജലസത ജലസ്ന. കുറെ പെൺകുട്ടികളുടെ എന്ന് പറയണം ജലസ്ന. കുറെ സ്ത്രീകളാണെങ്കിൽ ജലസ്ന. ആ ജലസ്നയാണത്. അവർ ഇരുന്നു എന്നാണ്. ഇനി ഇരുന്നിട്ടില്ല എന്ന് പറയാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു മാട്ട് കൊടുത്താൽ മതി. മാ ജലസ്ന കണ്ടോ? മാ ജലസ്ന അൽ ബനാത്തു പെൺകുട്ടികൾ മാ ജലസ്ന ഇരുന്നിട്ടില്ല അലൽ മഖദി ബെഞ്ചിന്മേൽ. ഇനി നുകമ്മിലുൽ ഫറാഗ ബിൽ ഫിഅലിൽ മുനാസിബി മിമ്മ ബൈനൽ ഖൗസൈനി. ഒഴിഞ്ഞ ഭാഗങ്ങളിൽ യോജിച്ച ഫിഅല് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനാണ്? പൂരിപ്പിക്കാനാണ്. അതായത് ഇവിടെ ബ്രാക്കറ്റിൽ കണ്ടോ? റസബു റസബിന. ഇവിടെ യോജിച്ചത് ഏതാ? അത് ചേർത്ത് കൊടുക്കാനാണ്. നമുക്ക് അർത്ഥം നോക്കാം. എന്നിട്ട് ആണാണോ പെണ്ണാണോ എത്ര ആളുകളുണ്ട് ഇതൊക്കെ തീരുമാനിച്ചിട്ട് വേണം മാദിയായ ഫീലിനെ അവിടെ ചേർത്ത് കൊടുക്കാൻ. അൽ മുജ്തഹിദൂന പരിശ്രമശാലികൾ, നന്നായി പരിശ്രമിക്കുന്ന ആളുകൾ. ഇനി ഇവിടെ മാ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇവിടെ ഒരു ഫീല് കൊടുക്കണം. ഫിൽ ഇംതിഹാനി എന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ. നന്നായി പരിശ്രമിക്കുന്നവർ പരീക്ഷയിൽ. റസബു എന്ന് പറഞ്ഞാലും റസബിന എന്ന് പറഞ്ഞാലും അവർ പരാജയപ്പെട്ടു എന്നാണ്. പക്ഷെ ഇവിടെ ഒരു മാ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും? അതിന്റെ അർത്ഥം എന്ത് വരും? അവർ പരാജയപ്പെട്ടിട്ടില്ല എന്ന് വരുമല്ലോ. അപ്പൊ പരിശ്രമശാലികൾ പരാജയപ്പെട്ടിട്ടില്ല. രണ്ടിന്റെ അർത്ഥം എന്താണ്? അവർ പരാജയപ്പെട്ടിട്ടില്ല എന്നാണ്. പക്ഷെ ഇവിടെ യോജിച്ചത് ഏതാ? ഈ മുജ്തഹിദൂന എന്ന് പറയുന്നത് ആണാണോ പെണ്ണാണോ? അത് ആണാണല്ലേ? അൽ മുജ്തഹിദൂന. അപ്പൊ ഏതായിരിക്കും യോജിച്ചത്? റസബു എന്നാണോ റസബ്ന എന്നാണോ? അവർ പരാജയപ്പെട്ടിട്ടില്ല. റസബ റസബ റസബു ഇതെല്ലാം ആണുങ്ങൾക്കുള്ളത്. റസബിന ആർക്കുള്ളതാണ്? സ്ത്രീകൾക്കുള്ളതാണല്ലേ? റസബത്ത് റസബത്ത റസബിന എന്നുള്ളത് ആറാമത്തത് അത് സ്ത്രീകൾക്കുള്ളതാണ്. ആദ്യത്തെ മൂന്നെണ്ണം ആണുങ്ങൾക്കുള്ളതാണ്. റസബ റസബ റസബു. ആ റസബാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലെ? അപ്പോ അൽ മുജ്തഹിദൂന മാ റസബു പരിശ്രമശാലികൾ അവർ പരാജയപ്പെട്ടിട്ടില്ല ഫിൽ ഇംതിഹാനി പരീക്ഷയിൽ. അടുത്തത് മാ ഡാഷ് ഫാത്തിമ ഷായ അംസി. ഇന്നലെ ഫാത്തിമ ഷായ. ഇനി ഇവിടെ പൂരിപ്പിക്കാണ്ട് ഷെരിബ എന്നുണ്ട് ഷെരിബത്ത് എന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കാം ഫാത്തിമ ആണാ പെണ്ണാ? ഫാത്തിമ പെണ്ണാണ്. അതുകൊണ്ട് എന്തായിരിക്കും വരിക? ഷെരിബ എന്ന് പറഞ്ഞാൽ അവൻ കുടിച്ചു എന്നാ. ഷെരിബ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ കുടിച്ചു. ഷെരിബു അവർ കുറെ ആളുകൾ ഒക്കെ പുരുഷന്മാര് ഇല്ലേ കുടിച്ചു. അടുത്തതാണ് ഷെരിബത്ത്, അവൾ കുടിച്ചു എന്നാ ഷെരിബത്തിന്റെ അർത്ഥം. അപ്പൊ എന്തായിരിക്കും വരിക? മാ ഷെരിബത്ത് കുടിച്ചിട്ടില്ല എന്നാണ്. കാരണം മാ എന്ന് വന്നല്ലോ. ഷെരിബത്താരോ കുടിച്ചു എന്നാ. മാ ഷെരിബത്തോ കുടിച്ചിട്ടില്ല. മാ ഷെരിബത്ത് ഫാത്തിമ ഫാത്തിമ കുടിച്ചിട്ടില്ല ഷായ ചായ ഇന്നലെ ഫാത്തിമ കുടിച്ചിട്ടില്ല. അടുത്തത് ഇവിടെ മാ ഡേഷ് അത്തോലബി വിദ്യാർത്ഥി വക്തദർസി പഠന സമയത്ത് വിദ്യാർത്ഥി. ലഇബ എന്ന് പറഞ്ഞാൽ അവൻ കളിച്ചു. ലഇബു എന്ന് പറഞ്ഞാലോ അവർ കളിച്ചു എന്നാ അല്ലെ? ലഇബ എന്ന് പറഞ്ഞാൽ അവൻ ഒരാള്, അത് ഒരു പുരുഷനാണെങ്കിൽ കളിച്ചു. ലഇബ എന്ന് പറഞ്ഞാൽ ഇനി രണ്ടാളുകളുണ്ടെങ്കിൽ ലഇബ എന്ന് കൊടുക്കണം. ഇനി കുറെ പുരുഷന്മാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലഇബു എന്ന് കൊടുക്കണം. പക്ഷെ ഇവിടെ ഒരാൾ മാത്രാണ് അല്ലെ? അതുകൊണ്ട് എന്തായിരിക്കും ശരി? ലഇബ എന്നാണ് അല്ലെ? അവൻ കളിച്ചു എന്നാണ്. പക്ഷെ മാലഇബ എന്ന് പറഞ്ഞാലോ അവൻ കളിച്ചിട്ടില്ല എന്നാണ് അല്ലെ? മാലഇബ ത്വാലിബ് വിദ്യാർത്ഥി കളിച്ചിട്ടില്ല. വക്ത ദർസി പഠന സമയത്ത് വിദ്യാർത്ഥി
കളിച്ചിട്ടില്ല. ഇതിന്റെ അർത്ഥമല്ല കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കാര്യമായിട്ട് ഇതിന്റെ പ്രയോഗമാണ്. അതായത് മാ എന്നാൽ ഇല്ല എന്നുള്ള നെഗറ്റീവ് അർത്ഥം വരും. അതുപോലെ തന്നെ ഒരാൾ മാത്രമായപ്പോ എന്താണ് വന്നത്, ലഇബ എന്നാണ്. ഇവിടെ കുറെ ആളുകൾ, ഇപ്പൊ തുല്ലാബ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ എന്നാണല്ലോ. അപ്പൊ ഇവിടെ തുല്ലാബു എന്നാണെങ്കിൽ ഏതായിരിക്കും കൊടുക്കേണ്ടിയിരിക്കുക, ലഇബു എന്നാണ് അല്ലെ. കുറെ ആളുകളുണ്ടെങ്കിൽ ലഇബു, രണ്ടാളാണെങ്കിൽ ലഇബ. ഇതും കൂടി ശ്രദ്ധിക്കാം. നുസ്വരിഫു, നമുക്കിനി എന്ത് ചെയ്യാം, മാദിയായ ഫേല് സൊറഫാക്കാം. നസറ, അവൻ സഹായിച്ചു. മുഹമ്മദാണ് സഹായിച്ചതെങ്കിൽ നസറ മുഹമ്മദുൻ. ഇനി സഹായിച്ചത് രണ്ടാളുകളുണ്ട്, ആഷിഖും മുഹമ്മദും കൂടെയാണ് സഹായിച്ചതെങ്കിൽ എങ്ങനെ പറയാ, മുഹമ്മദും ആഷിഖും നസറ. ഇനി നസറു, അവർ സഹായിച്ചതു. സഹായിച്ചു നമ്മൾ കുറെ ആളുകൾ വന്നു കണ്ട് എന്ത് ചെയ്തു, നമ്മളെ സഹായിച്ചു. അപ്പൊ എന്താ പറയാ, അരിജാലു, പുരുഷന്മാർ, നസറു, അവർ സഹായിച്ചു. ഇനി സഹായിച്ചത് ഫിദയാണെങ്കിൽ എങ്ങനെ പറയാ, നസറത്ത് ഫിദ, ഫിദയാണ് സഹായിച്ചത്. പക്ഷെ സഹായിക്കാൻ ഫിദ മാത്രല്ല ഉള്ളത്, അവരുടെ കൂടെ ആരുണ്ട്, ഫഹീമും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ പറയും, ഫിദ വ ഫഹീമ നസറത്ത. ഇനി ഒരുപാട് സ്ത്രീകൾ വന്നു കണ്ടാണ് സഹായിച്ചത്, എങ്ങനെ പറയും, അന്നിസാഉ നസർന, സ്ത്രീകൾ അവരാണ് സഹായിച്ചത്. അതായത് സഹായിച്ചതേ ആണിനും പെണ്ണിനും വേറെ, ആളുകളുടെ എണ്ണം കൂടിച്ചൊക്കെ ഇത് മാറുന്നുണ്ട്, മലയാളം പോലെയല്ല അറബി അല്ലെ. അടുത്തത് സഹായിച്ചത് അവനല്ല അവളല്ല അവരല്ല, സഹായിച്ചത് നീയാണ്, നീയാണ് സഹായിച്ചത്. എങ്ങനെ പറയാ, നസർത്ത, നീ സഹായിച്ചു. ആണിനോടാണെങ്കിൽ നീ എന്ന് പറയുമ്പോ അവിടെ രണ്ടുപേരാണ് നമ്മൾ സഹായിച്ചത്. ആ രണ്ടാളുകളോടാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ രണ്ടുപേരല്ലേ സഹായിച്ചത്, നസർത്തുമ, നിങ്ങൾ രണ്ടുപേരാണ് സഹായിച്ചത്. എന്നാൽ നിങ്ങൾ എന്ന് പറയുമ്പോ രണ്ടാളല്ല, ഒരുപാട് ആളുകളുണ്ട്, മൂന്നിൽ കൂടുതലോ ആളുകളുണ്ട്. അവരോട് പറയാണ്, നിങ്ങളാണ് സഹായിച്ചത്, നസർത്തും, നിങ്ങൾ സഹായിച്ചു. നീ സഹായിച്ചത് നീ എന്ന് പറയുമ്പോ ആരാണ്, പെണ്ണാണെങ്കിലോ നസർത്തി. ഒരു പെണ്ണിനോടാ പറയുന്നത്, നീയാ സഹായിച്ചത്, നസർത്തി. ഇനി രണ്ട് പെണ്ണുങ്ങളോടാ പറയുന്നത്, അല്ലെങ്കിൽ രണ്ട് വിദ്യാർത്ഥിനികളോടാ പറയുന്നത്, നിങ്ങൾ രണ്ടോളല്ലേ സഹായിച്ചത്, നസർത്തുമ, നിങ്ങൾ രണ്ടുപേരല്ലേ സഹായിച്ചത്. ഇനി സഹായിച്ചത് അവിടെ കുറെ സ്ത്രീകളുണ്ട്, അല്ലെങ്കിൽ കുറെ വിദ്യാർത്ഥിനികളുണ്ട്. അവരോട് പറയാണ്, നിങ്ങളാണ് സഹായിച്ചത്, അപ്പോ നസർത്തുന്ന. ഇനിയോ, ഞാനാ സഹായിച്ചത്, നസർത്തു, ഞാൻ സഹായിച്ചു. ഞങ്ങളാണ് സഹായിച്ചത്, എങ്ങനെ പറയാ, നസർന, ഞങ്ങൾ സഹായിച്ചു. ഇത് മാദിയായ ഫീല് 14 ഉണ്ട്. നസറ, നസറ, നസറു, ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. അതെന്ത് ചെയ്യാ, സൊറഫാക്കി പഠിക്കുക. ഇനി ഒരു ഫീലും കൂടി നമുക്ക് സൊറഫാക്കി നോക്കാം. മാദഹബ, അവൻ പോയിട്ടില്ല. മുഹമ്മദ് പോയിട്ടില്ല എന്നെങ്ങനെ പറയും, മാദഹബ മുഹമ്മദുൻ, മുഹമ്മദ് പോയിട്ടില്ല. ഇനി മുഹമ്മദും സിദ്ദീഖും പോയിട്ടില്ല എന്നെങ്ങനെ പറയാ, സിദ്ദീഖും വ മുഹമ്മദുൻ മാദഹബ, അവർ രണ്ടുപേരും പോയിട്ടില്ല. ഇനി അവർ കുറെ ആളുകൾ ഉണ്ടെങ്കിൽ, ആ വിദ്യാർത്ഥികൾ കുറെ ആളുകൾ, മൂന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ എന്താ പറയാ, അത്തുല്ലാബു മാദഹബു, വിദ്യാർത്ഥികൾ അവർ പോയിട്ടില്ല. ഇനി ഫാത്തിമ പോയിട്ടില്ല എന്നെങ്ങനെ പറയാ, മാദഹബത് ഫാത്തിമ, ഫാത്തിമ പോയിട്ടില്ല. ഇനി ഫിദയും ഫാത്തിമയും പോയിട്ടില്ലെങ്കിലോ, ഫാത്തിമ വ ഫിദ മാദഹബത, രണ്ടാളുകളുടെ എന്ത് ചെയ്യണം, മാദഹബത എന്ന് പറയണം. ഇനി അവർ കുറെ സ്ത്രീകൾ അല്ലെങ്കിൽ കുറെ പെൺകുട്ടികൾ അവർ പോയിട്ടില്ല എന്നെങ്ങനെ പറയാ, മാദഹബിന. അടുത്തത്, നീ പോയിട്ടില്ല, ആണിനോടാ പറയുന്നത്, നീ പോയിട്ടില്ല. മാദഹബ്ത, നീ പോയിട്ടില്ല. നീ എന്ന് പറയുമ്പോ അവിടെ രണ്ടാളുകളുണ്ട്, രണ്ടാളുകളോട് നമ്മൾ പറയാണ്, നിങ്ങൾ രണ്ടാളും പോയിട്ടില്ല എന്ന് എങ്ങനെ പറയാ, മാദഹബ്തുമാ. ഇനി രണ്ടാളല്ല, ഒരു 4-5 ആളുകളുണ്ട്, അവരോട് പറയാണ്, നിങ്ങൾ ആരും പോയിട്ടില്ല. മാദഹബ്തും, നിങ്ങൾ പോയിട്ടില്ല. ഇനി നീ പോയിട്ടില്ല എന്ന് ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിയാണ്, അവളോടാ പറയുന്നത്, നീ പോയിട്ടില്ല. മാദഹബ്തി, നീ പോയിട്ടില്ല. ഇനി 2 പെൺകുട്ടികളോട് പറയാണ്, നിങ്ങൾ രണ്ടാളും പോയിട്ടില്ല. മാദഹബ്തുമാ. ഇനി കുറെ ആളുകളുണ്ട്, കുറെ വിദ്യാർത്ഥിനികളുണ്ട്, അല്ലെങ്കിൽ കുറെ സ്ത്രീകളുണ്ട്, അവരോട് പറയാണ്, നിങ്ങൾ ആരും പോയിട്ടില്ല, നിങ്ങൾ പോയിട്ടില്ല. മാദഹബ്തുന്ന. ഇനി മാദഹബ്തു, ഞാൻ പോയിട്ടില്ല, ഞാൻ പോയി എങ്ങനെ പറയാ, ദഹബ്തു. മാദഹബിന, ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ പോയി എങ്ങനെ പറയാ,
ദഹബിന ആ മാന്ന് മാറ്റി കൊടുത്താൽ മതി. ഇനി നഖറഉൽ ആയാത്തി താലിയ താഴെയുള്ള ആയത്തുകൾ നമുക്ക് പാരായണം ചെയ്യാം. എന്നിട്ടോ വനഹുത്തു തഹ്ത അഫ്ആലിൽ മാദിയായ ഫിഇലുകളുടെ താഴെ നമുക്ക് വരക്കാം. അൽ മുസ്ബത്തായത്, അതായത് മാ എന്ന് വരാത്തത്. വനർസുമു ദാഇറത്തൻ ഹൗലൽ അഫ്ആലിൽ മൻഫിയ മൻഫിയായ ഫിഇലുകൾക്ക് ചുറ്റും എന്ത് ചെയ്യാം, നമുക്ക് വട്ടം വരക്കാം. അതായത് മാദിയായ ഫിഇലിന്റെ കൂടെ മാ വന്നത്, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇതിൽ മാദിയായ ഫിഇലുകൾ ഉണ്ട് അല്ലെ, അതില് മാ എന്ന് വരാത്തത്, അതായത് മുസ്ബത്തായത്, അതിന് താഴെ വരക്കാനാണ് ഖലഖ. ഇവിടെ മാ വന്നിട്ടില്ല, അപ്പൊ ഖലഖ. അടുത്തത് റഫഅ. ഈ രണ്ട് ഫീലും മാദിയായ ഫീലാണ്, തുടക്കത്തിൽ മാ എന്ന് വന്നിട്ടില്ല, അതുകൊണ്ട് അത് മുസ്ബത്താണ്. ഇനി മൻഫിയായത്, അതായത് മാദിയായ ഫീലിന്റെ മുമ്പിൽ മാ എന്ന് വന്നത്, അത് റൗണ്ട് ഇടാനാണ്. മാ വല്ല ഉണ്ടോ, വല്ല എന്നതിന്റെ മുമ്പിൽ മാ എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാ ഗവ, ഇവിടെയോ ഗവ എന്നതിന് മുമ്പിൽ മാ എന്ന് വന്നിട്ടുണ്ട്. മാ ഖതലു അല്ലെ, ഖതലു എന്നതിന് മുമ്പിൽ മാ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് മൻഫിയായ ഫിഇലുകൾ.